ഇത് നല്ല കൂത്ത് തന്നെ. അവരെ ഭർത്താവിന് എവിടെ ജോലി എങ്ങനെയെന്നൊക്കെ എനിക്കെങ്ങനെ അറിയാം. എന്താ കുട്ടി? ആ കുഞ്ഞു കുഞ്ഞമ്മരെ ഭർത്താവിന് അതോ ലോകത്തിലാണ് ജോലി എന്ന് അവര് എന്നെ എല്ലാരോടും ചോദിച്ചോണ്ടോ. അതോ ലോകത്ത് ജോലിയോ? ഓ എനിക്കൊന്നും അറിഞ്ഞൂടെ. അമ്മാവൻ തന്നെ നേരിട്ട് ചോദിക്കണം. അല്ല പിന്നെ കുഞ്ഞുഞ്ഞമ്മയുടെ ഭർത്താവ് അതോ ലോകക്കാരനോ? ഓരോ എടുത്തു എന്ന് പ്രശ്നങ്ങൾ ഇറക്കി വിടുമ്പോ മനസ്സിന് എന്ത് നല്ല സംതൃപ്തി, എന്തൊരു സുഖം. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. ഒന്നോട് നിന്നേ. എന്റെ ഭർത്താവ് അതോ ലോകമാണെന്ന് തന്നോട് ആരെങ്കിലും പറഞ്ഞോ? അല്ല, നഗറിൽ ആരൊക്കെയോ പറഞ്ഞു എന്റെ ഭർത്താവിന് അതോ ലോകത്താണ് ജോലിയെന്ന്. തന്നോട് ആരെങ്കിലും പറഞ്ഞോ? ചേച്ചിയുടെ ഭർത്താവ് അതോ ലോകക്കാരനാണോ? ഇതാരാ പറഞ്ഞേ? ചേച്ചി തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. പോടവിടുന്നു അവൻ ചോരു. നാട്ടുകാരുടെ കാര്യം നോക്കണേ കുഞ്ഞെ. ആ കുഞ്ഞു കുഞ്ഞമ്മരെ ഭർത്താവിനെ കുറിച്ച് ഓരോ ഇല്ലാവചനങ്ങൾ ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ ഇതാ ആ കുഞ്ഞ് കാണുന്നവരോടൊക്കെ ചോദിച്ചു കൊടുക്ക, ഇതാരാ പറഞ്ഞു വരുത്തിയേ, ഇതാരാ പറഞ്ഞു വരുത്തിയെന്ന്. ഏതായാലും നമ്മളല്ലാത്ത ഭാഗ്യ. ഈ നുണ പറയുന്ന സ്വഭാവം നമുക്കില്ലല്ലോ. ഏതായാലും നാട് മുഴുവൻ പാട്ടാ. ആ സതിക്കുഞ്ഞ ഇതിന്റെ പുറകിലെന്നാണ് കുഞ്ഞു കുഞ്ഞമ്മ കുഞ്ഞു ഉറച്ചു വിശ്വസിക്കുന്നത്. പടകളൊന്നും തൂക്കൂല. അത് ഇതിലിടും. കണ്ടോ കണ്ടോ, ഇതാണ് പ്രസിഡന്റ്. അങ്ങ് പ്രസിഡന്റ് വഴിയരികളെ വൃത്തികേടുകൾ സ്വന്തം കൈ കൊണ്ടുപോയിരുന്നു. ഒന്ന് അഭിനന്ദിച്ചിട്ട് പോടേ. എന്തിനമ്മാവ ഇതൊക്കെ പറയുന്നത്? എന്തോ കണ്ടോണ്ടുള്ള കളിയാണ്, മനസ്സിലായി. അല്ലെങ്കിൽ അയ്യോ, ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തിപ്പൂന്ന് പറഞ്ഞ വർഗവാ. ഒന്ന് അടങ്ങ് മോളെ, അടങ്ങ്. ചുമ്മാ അല്ല അമ്മാവ, ഭരിക്കുന്നവരൽപ്പം അഴിമതി ചെയ്തു പോന്നേ. ഭരിച്ചെന്തിനാന്ന് വെച്ചാൽ ജനം സമ്മതിക്കത്തില്ല. അതങ്ങനെ സതി മോളെ, സിനിമയിലെ നായകനെ എത്ര ഒറിജിനാലിറ്റി ഇടിച്ചാലും ഡ്യൂപ്ലിക്കേറ്റ് ഇടിക്കുന്നേ ആൾക്കാർ പറയത്തുള്ളൂ. മാവാ ദാ വരുന്ന അടുത്ത കുരിശ്. സയാമീസ് ഇരട്ടകൾ ഒരാളെ കാണുന്നില്ലല്ലോ അമ്മാവാ. ഇരട്ടകൾ വേർപെട്ട് കാണും മോളെ. പല്ലുകളൊക്കെ വേർപെടാതെ നോക്കണം. എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ് പിടിപ്പിച്ചത് ആരാണെന്നൊക്കെ എനിക്കറിയാം. ഗൾഫിൽ അന്തസ്സായി ജോലി നോക്കുന്നയാളെ അതോ ലോകക്കാരനാക്കിയല്ലേ? സംഗതി കുഴപ്പമാണല്ലോ അമ്മാവാ. ഇതിനെത്രയും പെട്ടെന്ന് ചികിത്സ വേണം. ചികിത്സ വേണം. ആ ചികിത്സയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. പല്ല് പൊഴിക്കൽ ചികിത്സ. ഓഹോ, ഈ വലിയ ഉപകാരം കേട്ടാ. പല്ലിളക്കുമ്പോഴേ ദേ എന്റെ വലത്തെ കടവായിൽ ഇടതുവശത്തെ രണ്ടാമത്തെ വരി പല്ല് ഒന്ന് ഇളക്കി തരണേ. വായിലൊരു വലിയ പോടുകൊണ്ട് നല്ല വേദന. അമ്മാവന് വല്ല ഇളക്കാനുണ്ടോ? എനിക്ക് രണ്ട് പല്ല് വേണം. കുഞ്ഞുഞ്ഞമ്മയെ കളിയാക്കി ആരെയും ഈ കുഞ്ഞുഞ്ഞമ്മ വെറുതെ വിട്ടിട്ടില്ല. അയ്യോ, ചോദിക്കും, ഞാൻ പകരം ചോദിക്കും. ഇനി ഈ നഗറിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എതിർത്തുകൊണ്ടിരിക്കും. ഇത് സത്യം സത്യം സത്യം. നഗറിൽ നടക്കുന്നതിനൊക്കെ എതിർക്കും അല്ലേ? ഉറപ്പാണല്ലോ. എന്നാ ഞങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിലോ എങ്ങനെ എതിർക്കും? മോളെ. അവളുടെ ഒരു ഹുങ്ക്. എനിക്ക് എതിർക്കണം, എല്ലാത്തിനെയും എതിർക്കണം. എന്തിനേം ഏതിനെ എതിർക്കണം. കുഞ്ഞ് സമാധാനപ്പെട്. എതിർക്കാം, എന്തിനെ ഏതിനെയും നമുക്ക് എതിർക്കാം. പക്ഷേ ഞാൻ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ചെവിക്ക് ചെവി അറിയരുത്. ഇല്ല, അതൊന്നും ചേച്ചി പേടിക്കണ്ട. എന്താ ഞാനൊരു പ്രഖ്യാപനം നടത്തട്ടെ? എന്താ? ഈ കോളനിയിലെ 8 വീടുകളിൽ ഞാൻ ജോലിക്ക് പോണുണ്ട്. പക്ഷെ ഏറ്റവും അറ്റാച്ച്മെന്റ് ഈ വീട്ടിനോടാണ്, കുഞ്ഞു കുഞ്ഞമ്മ കുഞ്ഞിനോടാണ്. സത്യാണോ ചേച്ചി പറയുന്നത്? പിന്നെ കള്ളം. കുഞ്ഞ് ഈ നഗറിലല്ലേ താമസിക്കണത്. ഇറങ്ങി ഒന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പോഴറിയാം ലതാകുമാരിയുടെ അർപ്പണ മനോഭാവം. തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞാലും ശരി, ലതാകുമാരി ഒരു രഹസ്യം മറ്റൊരാളോട് പറയൂല. പക്ഷെ കുഞ്ഞ് കുഞ്ഞമ്മ കുഞ്ഞ് ഒരു പ്രത്യേകം ജനുസല്ലേ. കുഞ്ഞിനോട് പറഞ്ഞില്ലെങ്കിൽ ഈ ലതാകുമാരി ആരോട് പറയും രഹസ്യം? മതി, എനിക്ക് അത്രയും കേട്ടാ മതി. പോരാ, അത്രയും കേട്ടാലൊന്നും പോരാ. ഒരുപാട് രഹസ്യങ്ങൾ അറിയാൻ കിടക്കണേ ഉള്ളൂ. സതിക്കുഞ്ഞ് വീട് വിറ്റ കഥ അറിയാമോ? ഇല്ല. നാരായണ ഭഗവാനെ, ആ കഥ അറിയില്ലേ? ഇല്ല. കൊള്ളാം, അതല്ലേ കഥ. ആ കഥയുടെ മുമ്പില് പഞ്ചതന്ത്രം കഥയും അറബി കഥയും കൈയും കെട്ടി വായും പൊത്തി നിൽക്കണം. ആണോ? അതിരിക്കട്ടെ, ലീലാവതി കുഞ്ഞ് AC വെച്ച കഥ അറിയാമോ? ഇല്ലല്ലേ ചേച്ചി.
ഛേ അയ്യയ്യേ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് പറയാൻ തന്നെ നാണക്കേട്. അതെല്ലാം പോട്ടെ. സതിക്കുഞ്ഞും ലീലാവതി കുഞ്ഞും കാറ് പഠിച്ച കഥ അറിയാമോ? അതും അറിയില്ല. ഛേ അയ്യേ. എന്തല്ലേ ചേച്ചി, ഒന്നും പറയില്ലേ ചേച്ചി? വേണ്ട, കുഞ്ഞൊന്നും പറയണ്ട. പറയില്ലേ ചേച്ചി? പറയ്. ഈ നഗറിൽ താമസിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാത്ത ആളിനോട് ഞാൻ എന്തോന്ന് പറയാൻ? പോട്ടെ, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഏതായാലും കുഞ്ഞിന്റെ കാര്യത്തിൽ ഈ ലതാകുമാരി കൂടുതൽ കെയർ തരാൻ പോണം. ഇനി എത്ര താമസിച്ചാലും ശരി, ഒരു സീക്രട്ട് കിട്ടിയ അന്നേരം തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാലേ ഈ ലതാകുമാരിക്ക് വിശ്രമമുള്ളൂ. തീർച്ച. എന്തായിരുന്നു പുകില്? അട്ടഹാസം മുഴക്കിയിട്ടല്ലേ ക്രിക്കറ്റിന് പോയിരുന്നു. എന്തൊക്കെയായിരുന്നു ദ്രാവിഡിന്ത്യയുടെ മതിൽ, സച്ചിൻ ക്ലാസ് ബാറ്റിംഗ്, ഗാംഗുലി ബംഗാൾ കടുവ, സേവാങ്ക് വെടിക്കെട്ട്, ധോണിയുടെ മുടി, ഉത്തപ്പയുടെ ഉശിര്, ചാപ്പലിന്റെ തന്ത്രം. ഒടുക്ക എന്തായി? നാടോടിക്കാറ്റ് സിനിമയിലെ തിലകൻ സാറിന്റെ കഥാപാത്രം പറയും പോലെ പവനായി ശവമാണ്. ദേ ചേച്ചി, ഒരു കളിയാവുമ്പോഴേ അങ്ങനെയൊക്കെയാന്നേ. ചിലപ്പോ തോൽക്കും, ചിലപ്പോ ജയിക്കും. കളി എന്ന് പറയുന്നത് ഒരു യുദ്ധം പോലെയാ. അതാ ഞാനും പറയുന്നത്. യുദ്ധം തോൽക്കാം, പക്ഷെ എങ്ങനെ തോൽക്കണം? പൊരുതി തോൽക്കണം. അപ്പോഴാ അന്തസ് കിട്ടുന്നത്. ഇതിപ്പോ ആയുധം വെച്ച് അടിയറവ് പറഞ്ഞിട്ട് തിരിഞ്ഞോടും പോലെ ആയില്ലേ? അതെ സാറേ, ഇന്ത്യയുടെ സ്കോർ എത്രയായി? അല്ല, അതെ, ഞാൻ അല്പം ദേഷ്യം കയറ്റാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാ. അല്ലെങ്കിൽ ഫുട്ബോള്, ഹോക്കി, അതിനൊക്കെ വേണ്ടി വിയർപ്പൊഴുക്കുന്നവര് ആർക്കും വേണ്ട. അവരുടെ ജയമൊന്നും ആർക്കും കാണണ്ട. അല്ല, ലോകമേ അങ്ങനെയാണല്ലോ. ഗ്ലാമറിന്റെ പുറകെയുള്ള ഈ ഓട്ടം നീ എഴുതി വെച്ചോടി ശാരദേ. അടുത്ത പ്രാവശ്യം ആ ബർമൂഡക്കാരായിരിക്കും ഇന്ത്യയെ തോൽപ്പിക്കുന്നത്. അയ്യോ ചേച്ചി, അറിയാൻ പറ്റുന്ന വാക്കൊന്നും പറയല്ലേ. ഈ ക്രിക്കറ്റ് വേണ്ട, എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ചൊന്നും കേൾക്കണ്ട. അതൊക്കെ പോട്ടെ. അല്ല, ഞാൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ചൊന്നും കേൾക്കണ്ട. എന്നാ പിന്നെ വീട്ടുകാര്യങ്ങൾ പറയാം. ഈ സതിച്ചേച്ചിയുടെ വീട്ടിലെ ആ ജയനമാവൻ അങ്ങ് സ്ഥിരമായിട്ട് പറ്റിക്കൂടിയില്ലേ? അതവര് വന്നു കേറി അന്ന് തൊട്ടെന്നെ ഞാൻ തീരുമാനിച്ചതല്ലേ. ഇപ്പൊ ആ സതിക്കുഞ്ഞും ജയനമ്മാൻ ഏതാണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു. കാരണവരെ വെറുതെ എന്റെ കൈ മെനക്കെടുത്തിട്ട് നിന്റെ തല്ല് കൊണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അയ്യോ, അതിനാണെങ്കിൽ എന്റെ കൈ വേണ്ടതേ ഈ ഒരു വിരല് മതി. തർക്കിച്ചോ? എന്തിനും കുന്തിനും തർക്കിച്ചോ? അടുത്ത വർഷം കാണാം ഭരണം ആണുങ്ങള് അല്ല പെണ്ണുങ്ങള് കൊണ്ടുപോകുന്നത്. കുട്ടിച്ചത്തനമാവാ ചിറ്റപ്പൻ ഏത് കിപ്പറ്റനായാലും കൊള്ളാം, ബാക്കി എന്തും ഞാൻ സഹിക്കും. ഭരണം പോകുന്ന കാര്യം മാത്രം പറയരുത്. അടുത്ത വർഷം ഭരണം മാറുമെന്ന് ആര് പറഞ്ഞാലും ഞാൻ വെറുതെ വിടത്തില്ല. അങ്ങനെ പറയുന്നവനെ കൊന്ന് ഞാൻ ഈ ഫാന് കെട്ടി തൂങ്ങിച്ചാവും. ഒരു ഭരണകർത്താവ് വീട്ടിൽ കയറി ചടഞ്ഞിരിക്കുക. ഇതിൽ പറഞ്ഞ ഇറക്കല് പിടിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? എന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണം. തറക്കല്ലിടണം. അമ്മാവൻ പറഞ്ഞു അല്ല, ചിറ്റപ്പൻ പറഞ്ഞ നേരം. ഒരു ഭരണത്തിന്റെ കണക്കെടുപ്പ് നടത്തുമ്പോ എത്ര തറക്കല്ലിട്ടു എന്നുള്ളത് പ്രധാനമാണ്. നഗറിൽ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നു പറഞ്ഞിട്ട് തറക്കല്ലിടണം. അതിന് ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നില്ലല്ലോ. എന്താ എന്താ എല്ലാരും ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞെന്താ കോമഡിയാ? പിന്നല്ലാതെ. എടീ സതി, നോക്ക്, ഉയരാത്ത കെട്ടിടങ്ങൾ, ഒരിക്കലും സംഭവിക്കാത്ത സംരംഭങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണം തറക്കല്ലിടാൻ. അതെ, ചേച്ചി വയസ്സായി. ചേച്ചിയുടെ മക്കള് കാറി പോകുമ്പോ വഴിയിൽ ചേച്ചിയിട്ട കല്ല് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അത് ഞങ്ങളുടെ അമ്മൂമ്മ 40 വർഷം മുമ്പിട്ട കല്ലാണെന്ന്. കല്ലിട്ട് കഴിഞ്ഞ് സ്ഥാപനം വന്ന പിന്നെ കല്ലിന് പ്രസക്തി ഇല്ലല്ലോ. കല്ലിട്ടവനെ ആരും ഓർക്കാറുമില്ല. എന്നാലും ചുമ്മാ ഒരു സ്ഥലത്ത് പോയി എങ്ങനെ കല്ലിടുക? അതിലെന്തോ ഒരു പന്തികേട് പോലെ. എനിക്ക് മനസ്സിലായി, നാണക്കേടല്ലേ? എടി സതി, നോക്ക്, പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോലാ ഇത്. ഒരിക്കൽ കല്ലിട്ടാൽ പിന്നെ കല്ലിനോടൊരു പ്രതിബദ്ധത തോന്നും, ഒരു അടുപ്പം വരും. അതെ, അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി സ്ഥലം എടുക്കുന്നു എന്നും പറഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടാക്കാം. എന്താ? അപ്പൊ ഒരു ജനശ്രദ്ധ അതിലേക്ക് കിട്ടും. എന്നിട്ട് മതി കല്ലിടല്. ആ ലീലാവതിയെ കുഞ്ഞുഞ്ഞമ്മയെ അറിയിക്കണം. അവര് പ്രശ്നം ഉണ്ടാക്കിക്കോളല്ലോ. അതെ, നഗറിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറിക്കിട്ടുകയും ചെയ്യും. കുഞ്ഞുഞ്ഞാമ്മ ചേച്ചി, എന്താടാ? കല്ല് 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 കല്ല്. കല്ലോ? കല്ല്, തറക്കല്ല്. തറക്കല്ലോ? തറക്കല്ല്. അവിടെ സഹിച്ചേച്ചി തറക്കല്ലിടാൻ പോകുന്നു. നാളെ നഗറിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വരാൻ പോകുന്നു. ലീലാവ് ചേച്ചി പറഞ്ഞു ചേച്ചതാണ്, കുഞ്ഞുഞ്ഞാമ്മ ചേച്ചി ഇതിലൊന്ന് ഇടപെടണമെന്ന്. തകർക്കണം, കല്ലിട്ടല് പൊളിക്കണം.
ലീലാവതി എവിടെ? അത് അളിയനുമായിട്ടൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയിരിക്കാണ്. 2 ദിവസം കഴിഞ്ഞേ വരൂ. കുഞ്ഞുഞ്ഞാമ ചേച്ചി ഉടനെ ഇതിൽ ഇടപെടണം. തറക്കലിനെതിരായിട്ട് പ്രസംഗിക്കണം കേട്ടോ. പിന്നെ പാവപ്പെട്ട ആൾക്കാരുടെ സ്ഥലം എടുത്താണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഈ കുഞ്ഞുഞ്ഞമ്മയെ ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കണ്ട. അവളുടെ തറക്കല്ലിടല് എനിക്കൊന്ന് കാണണം. പാവപ്പെട്ട താമസക്കാരെ ഒഴിപ്പിച്ച് മാറ്റി അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിന് തറക്കല്ലിടുന്ന പ്രസിഡന്റ് സതീദേവിയുടെ ഏകാധിപത്യ വാസനകൾക്കെതിരെ പ്രതികരിക്കുക. ഇന്ന് വൈകുന്നേരം ചേരുന്ന പ്രതിഷേധ യോഗത്തിൽ കുഞ്ഞുഞ്ഞാമ സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നിർദ്ദിഷ്ട ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പിനെ ചേർക്കുക. കുഞ്ഞുഞ്ഞാമയ്ക്ക് പിന്നിൽ അണിനിരക്കുക. മതി. ആ, ഇതൊക്കെ മതി. പക്ഷേ ഇച്ചിരി ഡെൻസിറ്റി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല, അതൊക്കെ എടുത്ത് കേട്ടോ. അത് എടുത്ത് കയറ്റുന്നില്ല, പറഞ്ഞു കേട്ടണം. ഇത് കേക്ക് ആളുകളെ പറഞ്ഞു കിടക്കണം. ആ. ആവേശം കൊള്ളിക്കണം. ആ. കുഞ്ഞുഞ്ഞപ്പയ്ക്കും ബലിപ്പെട്ടിടണം, സരി കുഞ്ഞിനെ ഗുണം കിട്ടണം. അതെ. മനസ്സിലായോ? ആ പോട്ടെ. നമ്മൾ കഴുതകളാണോ നാട്ടുകാരെ? നിങ്ങളിത് കാണുന്നില്ലേ? ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി സ്ഥലമെടുത്തിട്ട് തറക്കല്ലിടുന്നു. നമ്മളിത് കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രതിഷേധത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ ആവാഹിച്ചെടുത്ത് പ്രസിഡന്റ് സതിക്കെതിരെ വൻ കലാപങ്ങൾ അഴിച്ചുവിടുക. എങ്ങനെയുണ്ട് ഓടിക്കേറ്റാ? അത് മൈക്ക് കേൾക്കുന്നു. അത് മൈക്കിൽ പറ. പ്രതിഷേധത്തിന്റെ വൻ സ്ഫുലിംഗങ്ങൾ ആവാഹിച്ച് പ്രസിഡന്റ് സതിയുടെ കുട്ടി അവിടെ സതി തറക്കല്ലിടാൻ പ്രാക്ടീസ് ചെയ്യുക. ഒറ്റപ്പെട്ട ഈ ജീവിതം കെട്ടിപ്പൊക്കാൻ വേണ്ടി ഒരു തറക്കല്ല്, സ്നേഹമാകുന്ന ഒരു തറക്കല്ല്. ആ, ഇതാ നല്ലൊരു കല്ല് കിട്ടിയ ഇതാ. അയ്യോ, ഇപ്പൊ കുട്ടി, തന്നെ no, തരാം. please. എന്നൊന്നും ചെയ്യരുത്. നിങ്ങൾ 2 കുട്ടികളെയും ഞാൻ എന്റെ സ്വന്തം കുട്ടികളായിട്ടേ കരുതിയിട്ടുള്ളൂ. കുട്ടിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. മതിയല്ലോ. എങ്കിൽ സതിക്കുഞ്ഞ് ഇപ്പൊ ശിലാസ്ഥാപനം ചെയ്യാൻ പോണേ ആ കെട്ടിടത്തിന് എനിക്കൊരു ജോലി വാങ്ങി തരുമോ? ഒരു ജോലിയോ? എത്ര ജോലി വേണം പറയൂ. എത്ര ജോലി വേണം അത്രയും ജോലി ഞാൻ വാങ്ങിച്ചു തരും. ആ, ശിലാസ്ഥാപനം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇടുന്ന കല്ല് ആ കുഞ്ഞുഞ്ഞമ്മ തച്ചുടയ്ക്കാതിരിക്കാൻ വേണ്ടി 24 hours കല്ലിന് കാവൽ നിൽക്കുക. ആ ആരുടെ ഫലത്തിൽ തൊടാമെന്ന ആരുമില്ലേ? അവർ തുറക്കലാണ്ടില്ലേ? ഓടിക്കേ. ഫലകത്തിൽ തുടരുത്. അയ്യോ, ഇത് ഞങ്ങളാടാ. ചേച്ചിയായിരുന്നു. ആ, വീട്ടിലിരുന്നപ്പോ ഒരു തോന്നല്, ഈ ഫലകം വന്നൊന്ന് കണ്ടേച്ചു പോണോ. ആയിരിക്കുന്നു ഫലകം. ഇവക്കൊരു കുറ്റബോധം. ഇങ്ങനെ ഫലമൊക്കെ സ്ഥാപിക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കലല്ലേ എന്ന്. എന്റെ ചേച്ചി, ഇത് എത്ര പറഞ്ഞാലും തലേ കയറില്ലെന്ന് വെച്ചാ. ചേച്ചി, മഹത്തായ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ഈ ശിലാഫലകം. ശത്രുക്കളൊന്നും നശിപ്പിച്ചോണ്ട് പോകാതിരിക്കാനാണ് ഞാൻ ഇവിടെ കാവലിരിക്കുന്നത്. എന്നാലും ഇവിടെ ഓടിക്കേ. എന്റെ ചേച്ചി, ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോ കുറച്ച് നാണക്കിടക്കെ തോന്നും. മൂക്കോളം മുങ്ങുമ്പോ 3 ആളോ 4 ആളോ എന്ന് പറയുന്നത് പോലെ കുറെ കഴിയുമ്പോൾ ഇതങ്ങ് ശീലമായിക്കോളും. ഓ, നാളെ ഞാൻ ഇതെടുത്തങ്ങ് അവിടെ സ്ഥാപിക്കും. കുറ്റബോധമാണോ സന്തോഷമാണോ എന്നെ വേട്ടയാടുന്നെന്ന് പറയാൻ വയ്യ. സന്തോഷിക്കണം സതി, സന്തോഷിക്കണം. ആ, സതിയുടെ വംശപാരമ്പര്യം തലമുറ കൈമാറാൻ വേണ്ടിയുള്ളതാണ് ഈ ഫലകം. ഓ ഈശ്വര. ഈ ശിലാഫലകത്തിന്റെ ദൗത്യം. ഹോ, ആ കുഞ്ഞുഞ്ഞമ്മ ഓരോ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുകയാണല്ലോ മാഡം. അത് വേണം. എപ്പോഴും ഭരിക്കുന്നവർക്കൊരു ഉന്മേഷം കിട്ടുന്നതേ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാ. ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ രീതിയല്ല. അടിയും ഇടിയും അട്ടഹാസവും ഒക്കെ ഉണ്ടാകുമ്പോഴേ ഭരണമുണ്ടെന്നുള്ള തോന്നലുണ്ടാവും. ദേ ഇപ്പൊ തന്നെ നോക്ക്, കോളനിയിൽ ഒരു ഭരണമുണ്ടെന്ന് ജനം അറിഞ്ഞു തുടങ്ങി. സത്യമാണോ മാഡം? ഞാൻ എതിർക്കും. അന്നമ്മയാണ് സത്യം. ഈ കുഞ്ഞുഞ്ഞമ്മ എതിർക്കും. മതി, എനിക്ക് അത്രയും കേട്ടാ മതി. സന്തോഷായി. അയ്യോ, അപ്പൊ സജിച്ചേച്ചിക്കെതിരെ സമരമൊന്നും വേണ്ടേ? അതൊന്നും പാടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എടാ സുഗുണ, ഈ അന്നാമ്മ ഒന്ന് കണ്ടുകൊണ്ടേ മറ്റൊന്ന് പറയൂ. ആണോ? ഇനിയിപ്പം ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ സ്ഥലവും തറക്കല്ലും അല്ല, നഗറിലെ ആൾക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളാ. വിലക്കയറ്റം, ക്രമസമാധാന പ്രശ്നം, അതിൽ നിന്നൊക്കെ ശ്രദ്ധ സ്ഥലമെടുപ്പിലേക്കും തറക്കല്ലിലേക്കും മാറ്റാൻ പറ്റിയില്ലേ? എന്ന് വെച്ചാൽ ഞാൻ സമരം ചെയ്യുന്നത് അവർക്ക് ഗുണത്തിന് വേണ്ടിയാണെന്നോ? പ്രത്യക്ഷമായി നോക്കുവാണെങ്കിൽ അല്ല, പരോക്ഷമായിട്ടാണെങ്കിൽ അതെ. പക്ഷേ അടുത്ത പ്രാവശ്യം കുഞ്ഞുഞ്ഞമ്മയോ ലീലാവതിയോ അധികാരത്തിൽ വരുമ്പം തിരിച്ചിങ്ങോട്ടും എങ്ങനെയായിരിക്കും? എന്തായാലും സംഗതി കൊള്ളാം. പരസ്പര സഹായ സഹകരണ സംഘം ക്ലിപ്തം. എന്തായാലും നാളെ മുതൽ സമരം തുടങ്ങുക.